IT ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ളവർക്ക് പഠിക്കാൻ പറ്റുമൊന്നുമില്ല. ക്ലൗഡ് സർവീസസ് ഈ ഒരു സിസ്റ്റം സൈഡ് ആൻഡ് സിസ്റ്റം അഡ്മിനൊക്കെ ആയിട്ട് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ളവർക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഓൺ പ്രിമൈസസിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ഓർഗനൈസേഷൻസ് ഒക്കെ ഇപ്പോഴും ഒരു ഓൺ പ്രിമൈസ് സെറ്റപ്പിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ സെയിം സർവീസസ് ആണ് നമ്മൾ ക്ലൗഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഓൺ ഡിമാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈസി ആണെന്ന് പറയുന്നില്ല. എഫേർട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം സൈഡിലൊക്കെ ഒരു ബേസിക് ലെവലിൽ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് നെറ്റ്വർക്കിംഗ് ആ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ പ്രോപ്പർലി അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പം ക്ലൗഡ് എഞ്ചിനീയേഴ്സ് പൊസിഷൻസ് തന്നെ അവൈലബിൾ ആണ്. ബട്ട് ക്ലൗഡിൻ്റെ കൂടെ തന്നെ ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ്. സോ അതും കൂടി നമ്മൾ മാക്സിമം നമ്മുടെ ഒരു സ്കില്ല് അല്ലെങ്കിൽ നോളേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പൈത്തൺ ഒക്കെ ഡെവലപ്പേഴ്സിനാണെന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഓട്ടോമേഷനൊക്കെയാണ് മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ക്ലൗഡ് ഒരു ബാക്ക് എൻഡ് ആണ്. ദെൻ ക്ലൗഡ് ആൻഡ് ഡെവോപ്സും വൈഡായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോർമലി ഒരു ഡെവോപ്സ് എഞ്ചിനീയർ പൊസിഷൻസൊക്കെ അവരെപ്പോഴും ഏതെങ്കിലും ഒരു ക്ലൗഡിലുള്ള പ്ലാറ്റ്ഫോംസിലുള്ള എക്സ്പീരിയൻസോ ഓർ നോളേജ് ആവശ്യമാണ്.